വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 9ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന്. വളരെ വലിയൊരു ചാപ്റ്ററാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരല്പം പ്രയാസം തോന്നുന്ന ചാപ്റ്ററാണ്. പക്ഷേ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ 1-2 പ്രാവശ്യം ക്ലാസ്സുകൾ കേട്ട് കുറച്ച് പ്രാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം പഠിച്ചതിന് ശേഷം ആദ്യം മുതൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഒന്നുകൂടി ഒന്ന് ഓർഡറാക്കി എടുക്കണം. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് മെമ്മറിയിൽ വെക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രം ദ ബ്ലഡ് ടു ദി സെൽ. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ബ്ലഡ് എത്തുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ബ്ലഡിലുള്ള ന്യൂട്രിയൻസ് എങ്ങനെയാണ് സെല്ലിലേക്ക് എത്തുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ബ്ലഡ് റീച്ചസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. If so, how do cells get nutrients from blood? ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ട്. ഇത് ഇവിടെ നോക്കിയാട്ടെ, ഒരു ബ്ലഡ് വെസൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ആർട്ടറീസ്, ക്യാപ്പിലറീസ്, ലിംബ് ഡക്റ്റ്, അതേപോലെ സെൽസും കാണിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള ഒരു സ്പേസ്, ഇൻ്റർ സെല്ലുലാർ സ്പേസും കാണിച്ചിട്ടുണ്ട്. കോശാന്തര സ്ഥലം, അതായത് സെൽസിനിടയിലുള്ള കുറച്ച് സ്പേസും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിൽ താഴോട്ട് കൊടുത്തുള്ള ലിംബ് ഡക്റ്റാണ്. അപ്പോൾ ലിംബും അതേപോലെ തന്നെ ലിംബ് ക്യാപ്പിലറീസ്, ടിഷ്യൂ ഫ്ലൂയിഡ്, സെല്ല്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ഫോർമേഷൻ ആൻഡ് ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ ഏകദേശം വെക്കുക കേട്ടോ. നമുക്കറിയാം, ക്യാപ്പിലറീസിലൂടെ എന്ത് ചെയ്യും, ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ക്യാപ്പിലറിയുടെ തന്നെ വോൾസിലുള്ള ചെറിയ പോർ, അതായത് വളരെ ചെറിയ സുഷിരങ്ങളിൽ കൂടി എന്ത് ചെയ്യും, ഈ ബ്ലഡിലെ പ്ലാസ്മ എന്ത് ചെയ്യും, ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് പോകും. ഇവിടെ നോക്കൂ, ബ്ലഡ് കാണിച്ചിട്ടുണ്ട്, ക്യാപ്പിലറീസ് കാണിച്ചിട്ടുണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. നമുക്കറിയാം, ബ്ലഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, പ്ലാസ്മയെക്കുറിച്ചൊക്കെ ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതറിയാൻ വയ്യാത്തവർക്ക് ഇത് പ്രയാസം വരും. അതാണ് മുൻഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇത് കാണാൻ ഞാൻ പറയും. ഇപ്പോൾ പ്ലാസ്മ എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ വിളിക്കും, പ്ലാസ്മ എന്തോന്ന്, ഇത് ബ്ലഡോ, ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കുക, എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, ബ്ലഡ്, ക്യാപ്പിലറീസ്, അതേപോലെ സെൽസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ലിംബ് ക്യാപ്പിലറിയും, അതേപോലെ ടിഷ്യൂ ഫ്ലൂയിഡ്. നോക്കൂ, ഗ്ലൂക്കോസ്, ഓക്സിജൻ ഒക്കെ മുകളിലോട്ട് കാണിച്ചിട്ടുണ്ട്. ആരോമാർക്ക് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും തിരിച്ച് ബ്ലഡിലേക്കും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് നോക്കാം. When blood flows through capillaries, the fluid part of the blood oozes into intercellular spaces through minute pores of the capillary wall. അപ്പോൾ ക്യാപ്പിലറീസിൽ കൂടെ എന്ത് ചെയ്യും, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ക്യാപ്പിലറീസിൻ്റെ വോൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ മൈക്രോപോർ, ചെറു സുഷിരങ്ങളുണ്ട്. ഇതിലൂടെ നമുക്കറിയാം, ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് ഏതാണ്, പ്ലാസ്മയാണ്. ഈ പ്ലാസ്മ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ വോൾസിലുള്ള ചെറിയ സുഷിരങ്ങളിൽ കൂടി ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊസൗട്ട് ചെയ്യാറുണ്ട്, ഊറി ഇറങ്ങാറുണ്ട്. കണ്ടോ, ഇതാ പറഞ്ഞാൽ, ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ ഭിത്തിയിൽ ക്യാപ്പിലറീസിൻ്റെ വോളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ കൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഫ്ലൂയിഡ് പാർട്ട്, ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഈ ചെറിയ സുഷിരങ്ങളിലൂടെ ഊസൗട്ട് ചെയ്ത് ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് എത്താറുണ്ട്, കോശാന്തര സ്ഥലത്തേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ വോൾസിലുള്ള ചെറിയ സുഷിരങ്ങളിൽ കൂടി ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊസൗട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് എന്ത്, ടിഷ്യൂ ഫ്ലൂയിഡ് കേട്ടോ. അപ്പോൾ എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ക്യാപ്പിലറീസ്, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ഊസസ് ഇൻ ടു ഇൻ്റർസെല്ലുലാർ സ്പേസ്, എവിടെ കൂടെയാ, ത്രൂ മൈന്യൂട്ട് പോർസ് ഓഫ് ദി ക്യാപ്പിലറി വാൾ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദിസ് ഫ്ലൂയിഡ് ഫോംഡ് ഇൻ ദ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഈസ് നോൺ ആസ് ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പോൾ എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡ്, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ക്യാപ്പിലറീസിൻ്റെ വോൾസിലുള്ള ചെറിയ സുഷിരങ്ങളിൽ കൂടി ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ട് മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ഫ്ലൂയിഡ് പാർട്ട് എന്ത് ചെയ്യും, ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊസൗട്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്ത്, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഇത് ബ്ലഡിൽ നിന്നാണ് ഉണ്ടായത് ഇല്ലേ. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ എന്തില്ല, RBCയും അതേപോലെ തന്നെ ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാണപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോയിന്റ്.
This fluid formed in the intercellular space is the tissue fluid. It does not contain RBCs, large protein molecules ആൻഡ് പ്ലേറ്റ്ലേറ്റ്. അപ്പോൾ ഈ ചെറിയ സുഷിരങ്ങളിൽ കൂടി ഇൻട്രാസെല്ലുലാർ സ്പേസിലോട്ട് എത്തുന്നതിനെ നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ എന്തില്ല? RBC ഇല്ല, പ്ലേറ്റ്ലെറ്റ് ഇല്ല, അതേപോലെ തന്നെ ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസും ടിഷ്യൂ ഫ്ലൂയിഡിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. പ്രത്യേകിച്ചും RBC ഒന്നും കാണപ്പെടുന്നില്ല എന്നുള്ളത്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് സെൽസ്. അപ്പോൾ ഈ സെൽസിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസിലാണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് കാണപ്പെടുന്നത് ആണല്ലോ. ഈ ടിഷ്യൂ ഫ്ലൂയിഡും സെൽസും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ലിംബ് കാപ്പിലറീസ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ ടിഷ്യൂ ഫ്ലൂയിഡിനകത്തുനിന്ന് സെല്ലിലേക്കും തിരിച്ച് സെല്ലിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും, അതേപോലെ ലിംബ് കാപ്പിലറീസിലേക്കും അബ്സോർബ് ചെയ്യും. ലിംബ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംബ് കാപ്പിലറീസ്. ലിംബ് കാപ്പിലറീസിനകത്ത് കാണപ്പെടുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിംബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചിട്ടുള്ളത് മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഏതൊക്കെ മെറ്റീരിയലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ബ്ലഡിൽ നിന്നുള്ള സിമ്പിൾ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? സെല്ലിലേക്ക് എൻ്റർ ചെയ്യാറുണ്ട്. ഏത് വഴി? ടിഷ്യൂ ഫ്ലൂയിഡ് വഴി. കേട്ടോ, ഓക്സിജനും സിമ്പിൾ ന്യൂട്രിയൻസും സെല്ലിലേക്ക് എന്ത് വഴിയാണ് പാസ് ചെയ്യുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് വഴിയാണ് പാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെല്ലിൽ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പം ഉള്ള വേസ്റ്റ്, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തിരിച്ചെന്ത് ചെയ്യും? ടിഷ്യൂ ഫ്ലൂയിഡിൽ വരും. എന്നിട്ട് ഇതെന്ത് ചെയ്യും? ബ്ലഡിലേക്ക് പ്രവേശിക്കും. കാരണം ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നുണ്ടായിട്ട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെയല്ലേ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡും സെൽസും തമ്മിലുള്ള മെറ്റീരിയൽ എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു. ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് സെല്ലിലേക്ക് ഓക്സിജനും സിമ്പിൾ ന്യൂട്രിയൻസും, തിരിച്ച് സെല്ലിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡും ആണ് എൻ്റർ ചെയ്യുന്നത് ആണല്ലോ. ദെൻ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഇൻ്റർസെല്ലുലാർ സ്പേസിലാണ് ടിഷ്യൂ ഫ്ലൂയിഡ് കാണുന്നത് ഇല്ലേ. ഇത് ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്ത് ബ്ലഡിലേക്ക് തന്നെ എന്ത് ചെയ്യാറുണ്ട്? റീഅബ്സോർബ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ലിംബ് കാപ്പിലറീസിലേക്കും അബ്സോർബ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രഷറും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ ബ്ലഡിൽ നിന്നുണ്ടായിട്ട് തിരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡിലേക്കും അതേപോലെ ലിംബ് കാപ്പിലറീസിലേക്കും ഒക്കെ ഇത് റീഅബ്സോർബ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തത് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംബ് കാപ്പിലറീസ്. അതിനെ നമ്മൾ എന്തെന്ന് അറിയപ്പെട്ടത്? ലിംബ് എന്ന് അറിയപ്പെട്ടത് അല്ലേ. ലിംബ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ദ ലിംബ് കാപ്പിലറീസ്. അപ്പോൾ അത്രയുമാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ദെൻ ലിംബാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ചാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നമ്മൾ ഈ ലിംബ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംബിലേക്കാണ് അബ്സോർബ് ചെയ്യുന്നത് ത്രൂ ലാക്റ്റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ലിംബാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടുള്ളതാ? ലിംബ് നോട്ട്സ്, ലിംബ് ഡക്ട്, സ്പ്ലീൻ, ഇതെല്ലാം ലിംബാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, along with the blood, limb also participate in the transport of material. ബ്ലഡ് പോലെ തന്നെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ആൾ തന്നെയാണ് ലിംബ് എന്ന് പറയുന്നത് ആണല്ലോ. നമ്മൾ പറഞ്ഞു ലിംബ് കാപ്പിലറീസിനകത്തുള്ള ടിഷ്യൂ ഫ്ലൂയിഡിന് വിളിക്കുന്ന പേരാണ് ലിംബ് എന്ന് നമ്മൾ പറഞ്ഞു. ദേ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ദാറ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ലിംബ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് സെൽസ്. അത് സയൻസ് ഡയറിയിലൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ട് അബ്സോർബ് ചെയ്യും? ലിംബിലേക്ക് അബ്സോർബ് ചെയ്യും. ലാക്റ്റിയലാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ലാക്റ്റിയലുകൾ ചേർന്നിട്ടുള്ളതാണ് എന്ത്? സ്മോൾ ലിംബ് ഡക്റ്റ് എന്ന് പറയുന്നത്. സ്മോൾ ലിംബ് ഡക്റ്റുകൾ ചേർന്നിട്ടുള്ളതാണ് ലാർജ് ലിംബ് ഡക്റ്റ്. ലാർജ് ലിംബ് ഡക്റ്റ് ഓപ്പൺസ് ടു ദി വീനക്കാവ. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാസ്റ്റ് വീനക്കാവയിലായിട്ടാണ് ലാർജ് ലിംബ് ഡക്റ്റ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ലാക്റ്റിയലെ അബ്സോർബ് ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് എത്തും. അവിടെ നിന്നാണ് ബ്ലഡ് റീച്ചസ് ദി ഹാർട്ട്. മനസ്സിലായോ? അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യും? സ്മോൾ ലിംബ് ഡക്റ്റ്, ലാർജ് ലിംബ് ഡക്റ്റ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്? ഓപ്പൺസ് ടു ദി വീനക്കാവ. അവിടെ നിന്നത് ബ്ലഡിലെത്തും, ലാസ്റ്റ് ഹാർട്ടിലെത്തും. എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ വഴി ഈ സിമ്പിൾ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെല്ലിലേക്ക് എത്തും. സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് ദ സെൽസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ത്രൂ ബ്ലഡ് സർക്കുലേഷൻ. ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെയാണ് നമ്മുടെ
ബ്ലഡിൽ അല്ലെങ്കിൽ സെല്ലിൽ എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും സെല്ലിൽ എത്തുന്നത് എന്നുള്ളത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അലോങ് വിത്ത് ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ദ സർക്കുലേഷൻ ഓഫ് ലിംബ് ഓൾസോ ടേക്സ് പ്ലേസ്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലിംബ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ദ ലിംബ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് പാസസ് ത്രൂ ലിംബ് ഡാക്ട് ആൻഡ് റിട്ടേൺസ് ടു ദ ബ്ലഡ് നിയർ ദി ഹാർട്ട്. In addition to the limb, the lymphatic system consists of limb capillaries, limb duct, lymph nodes and spleen. Spleen and lymph nodes play a major role in defending ഡിസീസ് കോസിങ് ജേംസ്. അപ്പോൾ ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ലിംബാറ്റിക് സിസ്റ്റം എന്തൊക്കെ ചേർന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ലിംബ് ഡക്റ്റ്, ലിംബ് നോഡ്സ്, സ്പ്ലീൻ എല്ലാം പറഞ്ഞു. ഈ ലിംബാറ്റിക് സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്ലീനാണ്. ലിംബാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ടിഷ്യൂ ഫ്ലൂയിഡിനെ ബ്ലഡിലേക്ക് എത്തിക്കുന്നത് തിരിച്ച്, അതായത് ഇൻ്റർസെല്ലുലാർ സ്പേസിലുള്ള ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിനെ തിരിച്ച് ബ്ലഡിലേക്ക് എത്തിക്കുന്നതിൽ ആര് പങ്കുണ്ട്? ലിംഫിന് പങ്കുണ്ട്. ലിംബാറ്റിക് സിസ്റ്റത്തിന് മേജർ റോളുണ്ട്. അതേപോലെ തന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ലിംബാറ്റിക് സിസ്റ്റമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? ലിംബാറ്റിക് സിസ്റ്റമാണ്. അതായത് ശരീരത്തിൽ വരുന്ന രോഗാണുക്കളെയൊക്കെ പ്രതിരോധിക്കുന്നതിനുള്ള കഴിവും ആര് തരുന്നുണ്ട്? ലിംബാറ്റിക് സിസ്റ്റം തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ ലിംബാറ്റിക് സിസ്റ്റം നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെ ഹെൽപ്പ് ചെയ്യുക? എന്ത് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ പ്രവേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷവസ്തുക്കളൊക്കെ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യും? അതിനെതിരെ പ്രതിരോധിക്കും. അതാണ് നമ്മുടെ ബോഡി ഡിഫൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഈ പറഞ്ഞ ലിംബാറ്റിക് സിസ്റ്റത്തിനകത്തുള്ള ആളുകളാണല്ലോ ലിംബ് നോഡ്സ്. ഈ ലിംബ് നോഡ്സിലാണ് ലിംബോസൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിംബോസൈറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലിംബ് എന്ത് ചെയ്യും? ലിംബ് നോഡ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലിംബ് നോഡ്സിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ലിംബോസൈറ്റ്. ഈ ലിംബോസൈറ്റ് എന്ത് ചെയ്യും? ഇതിനകത്തുള്ള പാത്തോജനിക് ബാക്ടീരിയ, അതായത് ഡിസീസ് കോസിങ് ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പോൾ ലിംബാറ്റിക് സിസ്റ്റം എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസത്തെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. കാരണം ലിംബാറ്റിക് സിസ്റ്റത്തിനകത്ത് എന്തുണ്ട്? ലിംബ് നോഡ്സ് ഉണ്ട്. ഈ ലിംബ് നോഡ്സിലുള്ള ആരുണ്ട്? ലിംബോസൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിനകത്തോട് എന്ത് ചെയ്യും? ഇങ്ങനെ ലിംബ് പാസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഡിസീസ് കോസിങ് ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജനിക് ബാക്ടീരിയ ഒക്കെ ഈ ലിംബ് നോഡ്സിലുള്ള ലിംബോസൈറ്റുകൾ നശിപ്പിക്കും. അങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഇനിയും നമ്മൾ പറഞ്ഞു ലിംബാറ്റിക് സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ഓർഗൻ ഏതാണ്? സ്പ്ലീനാണ്. സ്പ്ലീനെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഇടത് ഭാഗത്തായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ അബ്ഡോമിന് മുകളിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? സ്പ്ലീൻ കാണപ്പെടുന്നത്. പ്ലീഹ എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ലൊക്കേറ്റഡ് എബവ് ദി അബ്ഡോമൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സ്റ്റൊമക്ക്. അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. മെയിനായിട്ടും ഇമ്മ്യൂണിറ്റി ആണ്. പിന്നീട് സ്പ്ലീനിൻ്റെ സൈസും ഫങ്ഷൻസും, അതായത് സ്പ്ലീനിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് ടിഷ്യൂസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. 4 ഇഞ്ച് സൈസ് ഉണ്ട്, പർപ്പിൾ കളറാണ്, 200 ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ്. പിന്നീട് നമ്മൾ പറഞ്ഞതിൻ്റെ പൊസിഷൻ എന്താ? ലൊക്കേറ്റഡ് എബവ് ദി അബ്ഡോമൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സ്റ്റൊമക്കാണ്. പിന്നീട് മെയിനായിട്ടും ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. സ്പ്ലീൻ കൺസിസ്റ്റ് ഓഫ് 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കേട്ടോ. സ്പ്ലീന് 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. പിന്നെ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്, ബ്ലഡ് ബാങ്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് വളരെ ചെറിയ അളവിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ സ്പ്ലീനിനെ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? ബ്ലഡ് ബാങ്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്പ്ലീനിൽ 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. റെഡ് പൾപ്പ് ടിഷ്യൂസ് ഫിൽറ്റർ ആൻഡ് റിമൂവ് ഓൾഡ് ആൻഡ് ഡാമേജ്ഡ് RBCs പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡ് RBCയെ ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് സ്പ്ലീനിനകത്തുള്ള റെഡ് പൾപ്പ് ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ. ദ റീയൂസബിൾ കമ്പോണൻസ് ഇൻ ഇറ്റ് ലൈക്ക് അയൺ ആർ അതിനകത്തുള്ള അയൺ പോലുള്ള വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് വൈറ്റ് പൾപ്പ് സെൽസ് സ്റ്റോർ T സെൽസ് ആൻഡ് B സെൽസ് വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ നിങ്ങളിത് പിന്നീട് പഠിക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള T സെൽസിനെയും B സെൽസിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? വൈറ്റ് പൾപ്പ് സെൽസ് ആണ്. അപ്പോൾ സ്പ്ലീനിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു ലിംബോസൈറ്റുകൾ നമ്മുടെ ലിംബ് നോഡ്സിലാണ്. ഈ ലിംബോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്?
നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയ വൈറസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഈ ലിംഫോസൈറ്റ് തന്നെ ടി ലിംഫോസൈറ്റും ഉണ്ട്, ബി ലിംഫോസൈറ്റും ഉണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത പ്രാവശ്യം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മിലിറ്ററി ക്യാമ്പ് ഓഫ് ദി ബോഡി അല്ലെങ്കിൽ ആർമറി ഓഫ് ദി ബോഡി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്പ്ലീൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത്. അതേപോലെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? സ്പ്ലീനാണ്. അത് ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്സ്റ്റൻഡ് റീഡിങ്ങിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും ആർട്ടിഫിഷ്യൽ ഹാർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇതിൻ്റെ ഡേറ്റ് ചോദിക്കുകയോ ഇല്ലയോ അതിനേക്കാൾ ഉപരി വർക്കിംഗ് ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം പഠിച്ച സ്ഥിതിക്ക് ഇതും കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. കാരണം ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പറയാമല്ലോ ഇതിനുള്ള മറുപടി. PSC എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു നോക്കണം കേട്ടോ, ഇതൊക്കെ അറിയാവോ എന്നുള്ളത്. അവരെയും കൂടെ ടെസ്റ്റ് ചെയ്യാമല്ലോ. ഒന്നല്ലേ നിങ്ങൾക്കൊരു ഗമയല്ലേ ഇതൊക്കെ അറിയാം എന്നുള്ളത്. അതുപോലെ തന്നെ അഡീഷണലായിട്ടുള്ള ഡേറ്റാസ് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം എഴുതി അതിൽ കളക്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡേറ്റുകൾ, പേരുകളൊക്കെ ഒന്ന് ഓർത്ത് മെമ്മറിയിലൊന്ന് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും ആർട്ടിഫിഷ്യൽ ഹാർട്ടുമാണ് പറയുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇത് മനുഷ്യനിൽ 1967 ക്രിസ്ത്യൻ ബർണാഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിലാണ് 1967. എന്നാൽ ഇന്ത്യയിൽ ന്യൂഡൽഹിയിലെ എയിംസിൽ 1994. അപ്പോൾ 1967 ക്രിസ്ത്യൻ ബർണാഡിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്കയിലാണ്. ആ രോഗിക്ക് 18 ദിവസമേ സർവൈവ് ചെയ്തു എന്നുള്ളെങ്കിൽ അത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. എന്നാൽ ഇന്ത്യയിൽ അത് 1994 P. വേണുഗോപാൽ എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിലാണ്. എന്നാൽ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1982 റോബർട്ട് ജാവിക്കിൻ്റെയും ജൊഹാൻ കോഫിൻ്റെയും നേതൃത്വത്തിലാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് കേട്ടോ. 1982 ഡിസീസ്ഡ് ഹാർട്ടിന് പകരം എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഭയങ്കര മെഡിക്കൽ സയൻസിലെ മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. 1982 നടന്നത്. പേരൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് നമ്മൾ സെപ്റ്റംബർ 29 എന്ന് പറയുന്ന വേൾഡ് ഹാർട്ട് ഡേ ആണ്. ഇതും എക്സാമിന് PSC എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനിയും ഹാർട്ടിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എ ഹെൽത്തി ഹാർട്ട് വൈറ്റൽ ഫോർ ലൈഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിറോസ്ക്ലീറോസിസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിറോസ്ക്ലീറോസിസ്? അതിറോസ്ക്ലീറോസിസ് ഇസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ആർട്ടിയൽ വാൾസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ കൺസപ്ഷൻ ഓഫ് എക്സസ് ഫാറ്റി ഫുഡ്. As a result of this, the inner diameter of the artery reduces. Moreover, arterial walls lose elasticity and may rupture. Inner wall becomes rough. Hence, RBCs may clump together to form blood clot in the coronary vessels which may cause ഹാർട്ട് അറ്റാക്ക്. കണ്ടോ? അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ഫുഡ് ഒരുപാട് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആർട്ടീരിയൽ വോൾസിലൊക്കെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന കൊഴുപ്പ് രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന ഒരു സിറ്റുവേഷനാണ്. കണ്ടോ? അത് പിന്നീട് എന്തിന് കാരണമാവും? ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമാവും. അപ്പോൾ എക്സസൈസ്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അപ്പോൾ എക്സസൈസ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഹെൽത്തി ഹാർട്ട്. അതെപ്പോഴും ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ സ്മോക്കിങ്, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം എന്താ? എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഫാറ്റിൻ്റെ എമൗണ്ട് അത് റിഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടുകയും ചെയ്യും. ഇല്ലേ? നല്ലതായിട്ട് ജോഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്ന, നിങ്ങൾ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്നവരല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഈ പറഞ്ഞ കാർഡിയാക് അറസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഫുഡ് ഹാബിറ്റ് ശ്രദ്ധിക്കുക,
അതേപോലെ സ്മോക്കിങ്, ഡ്രഗ്സ് യൂസേജ് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത്. ഈ വാടയുള്ള സാധനവും അതേപോലെ ഈ ചുവയുള്ള സാധനമൊക്കെ എന്തിനാണ്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത്രയും സ്മെല്ലുള്ള സാധനം, സ്മോക്കിങ്ങിൻ്റെ കാര്യമാണ് സ്മെല്ല്, ഇതെന്തിനാണ് ഇത്രയും വാടയുള്ള സാധനമൊക്കെ എടുത്ത് വായിലൊക്കെ എടുത്ത് വെച്ച് അത് കാണുമ്പോൾ തന്നെ ഓടാൻ തുടങ്ങും. അപ്പം പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എപ്പോഴും ചിന്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിലും അത് എക്സാമിന് എഴുതിയാൽ പോരാ. എന്താണ് സ്മോക്കിംഗ് ആൻഡ് യൂസസ് ഓഫ് ഡ്രഗ്സ് മസ്റ്റ് ബി കംപ്ലീറ്റ്ലി അവോയ്ഡഡ് എന്ന് പറഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ കൈ കാണുന്ന സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് സ്മോക്ക് ചെയ്യുക, അങ്ങനെയല്ല. നമ്മൾ അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കാര്യം എത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നതെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചാലോ. അപ്പോൾ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ വ്യക്തിയാണ് ആര്? ക്രിസ്ത്യൻ ബെർണാഡ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇയർ 1967 ആണെന്ന് ഓർത്തില്ലെങ്കിൽ പോലും ക്രിസ്ത്യൻ ബെർണാഡ് എന്നുള്ള പേര് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ്? ജന്തുക്കളെ പോലെ തന്നെ സസ്യങ്ങളിൽ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യണം ഇല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വാസ്കുലാർ ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും ഇല്ലേ. സംവഹന കലകൾ നമ്മുടെ പ്ലാന്റ്സിലെ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് ആരാണ്? സൈലവും ഫ്ലോയവും. XYLEM ആണ് സൈലം. ഫ്ലോയത്തിൻ്റെ സ്പെല്ലിങ്ങോ? PHLOEM. സൈലവും ഫ്ലോയവും സ്പെല്ലിങ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. PHLOEM ആണ് ഫ്ലോയം, XYLEM ആണ് സൈലം. അപ്പോൾ ഓരോ വാസ്കുലാർ ടിഷ്യൂസും അവരുടെ ഫങ്ഷൻസ് വളരെ ഈസിയാണ് ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? സൈലം വാട്ടറിനെ റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആര് സഹായിക്കും? സൈലം സഹായിക്കും. ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഫ്ലോയം. ആ ഒരു ഉച്ചാരണം ഒരേപോലെ ഇല്ലേ, ഫുഡ് ഫ്ലോയം എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ പ്ലാന്റ്സിൽ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി സഹായിക്കുന്നത് വാസ്കുലാർ ടിഷ്യൂസ് ആണ്. അതിൽ സൈലം എന്തിനു സഹായിക്കും? റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെ ലീഫിലേക്ക് എത്താൻ സഹായിക്കുന്നത് ആരാണ്? സൈലമാണ്. അപ്പോൾ സൈലം ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ്. അടുത്തത് ഫ്ലോയമാണ്. ഫ്ലോയം നമ്മൾ പറഞ്ഞു ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ടാ? നമുക്കറിയാം പ്ലാന്റ്സിൽ എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീഫിലാണല്ലോ. അപ്പോൾ ഫുഡ് മെറ്റീരിയൽസിനെ ലീഫിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ബോഡിയിലേക്ക് എത്താൻ സഹായിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. അപ്പോൾ ഫ്ലോയം ട്രാൻസ്പോർട്ട് ദ പ്രിപ്പയർഡ് ഫുഡ് മെറ്റീരിയൽ ടു ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. അതാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസും അതിൻ്റെ ഫങ്ഷൻസും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഓരോ വാസ്കുലാർ ടിഷ്യൂസിലും എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? അപ്പോൾ സൈലമാണ് എന്ത് ചെയ്യുന്നത്? സൈലമാണ് റൂട്ടിൽ നിന്ന് വാട്ടറിനെ എങ്ങോട്ട് എത്തുന്നത്? ലീഫിലേക്ക് എത്തിക്കുന്നത്. അതെങ്ങനെയാണ്, ഏതൊക്കെ പ്രോസസ്സാണ് ഇതിന് സഹായിക്കുന്നത് നോക്കാം. അതിന് മുന്നോടിയായിട്ട് സൈലത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. സൈലത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസാണ് സൈലവും ഫ്ലോയവും. സൈലത്തിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്താ നോക്കിയേ, സൈലത്തിൽ സൈലം വെസലും കാണിച്ചിട്ടുണ്ട്, ട്രക്കീഡ്സും കാണിച്ചിട്ടുണ്ട്. സൈലം വെസലും ഉണ്ട്, ട്രക്കീഡ്സും ഉണ്ട്. ഈ സൈലത്തിനുള്ളിൽ കാണപ്പെടുന്ന സൈലം വെസലും ട്രക്കീഡ്സും എന്നൊക്കെ പറയുന്നത് ഡെഡ് സെൽസ് ആണ് കേട്ടോ. സൈലത്തിനുള്ളിൽ കാണപ്പെടുന്ന ഡെഡ് സെൽസ് ആണ് എന്ത്? ഈ പറഞ്ഞ സൈലം വെസലും ട്രക്കീഡുകളും. ഇതിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലം വെസലിനാണ് ഡയമീറ്റർ വലുത്, അതായത് സൈലം വെസലാണ് വലുത്, ട്രക്കീഡ്സ് ചെറിയ ആളുകളാണ്. ഈ സൈലം വെസൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് പോലെയാണ്. പക്ഷേ ഈ സൈലം വെസലിനിടയിലുള്ള സെൽ വോൾ അങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ, അതായത് നശിച്ച് പോയത് കൊണ്ട് തന്നെ ഇതൊരു വലിയ പൈപ്പായിട്ട് അങ്ങിരുന്നോളും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വാസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെങ്ങനെയാണ് ഓരോന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ ഫംഗ്ഷനാണ് റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യുന്നത്? ലീഫിൽ എത്തുക എന്നുള്ളത് എത്തിക്കുക എന്നുള്ളത് സൈലത്തിൻ്റെ ഫംഗ്ഷനാണ്. സൈലത്തിനുള്ളിൽ കാണപ്പെടുന്ന ഡെഡ് സെൽസ് ആണ് എൻ്റെ സൈലം വെസലും ട്രക്കീഡ്സും. ഇതിൽ സൈലം വെസലിനാണ് വലിപ്പം കൂടുതൽ, ഡയമീറ്റർ കൂടുതൽ. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ, അതായത് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, ബാമ്പു ഉണ്ടല്ലോ, മുള. ഈ മുളയുടെ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ട് ഇങ്ങനെ മണ്ടയ്ക്ക് എടുത്ത് വെച്ച് നടുക്കത്തെ അതങ്ങ് നശിച്ച് പോയി കഴിഞ്ഞാൽ വലിയൊരു കുഴൽ പോലെ ഇരിക്കത്തില്ലേ? അതേപോലെ തന്നെ സൈലം വെസൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പോലെയാണ്. അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള സെൽ വോൾ നശിക്കുന്നത് കൊണ്ട് അതൊരു ലോങ് പൈപ്പായിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. വാസ്കുലാർ ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് എക്സ്റ്റെൻഡ് ഫ്രം റൂട്ട്സ് ടു ലീവ്സ് ഇൻ ആൻ ഇൻ്റർ കണക്റ്റഡ് മാനർ. പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്ന വാസ്കുലാർ ടിഷ്യൂസ് പ്ലാന്റ്സ് കാണപ്പെടുന്നത്. സൈലത്തിനകത്തുള്ള ഡെഡ് സെൽസ് ആണ് ഏതൊക്കെ? ട്രക്കീഡ്സും വെസൽസും. ഡയമീറ്റർ ഓഫ്
of vessels is greater than that of tracheids. അതേപോലെ തന്നെ vessels are arranged one above the other. As the cell walls between the vessels disintegrate, they look like long pipes. ആണല്ലോ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതെ നോക്കിയ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ത്രൂ ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ദ ഡെഡ് സെൽസ് ഓഫ് സൈലം. അപ്പോൾ സൈലത്തിൽ കാണപ്പെടുന്ന ഡെഡ് സെൽസ് ആണ്. അപ്പോൾ ഈ സ്ട്രക്ചർ പഠിക്കണം കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഇമേജ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഫംഗ്ഷൻസും ഒക്കെ ചോദിക്കും. ഡയമീറ്റർ ഓഫ് വെസൽസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രക്കീഡ്സ്. വെസൽസ് ആർ അറേഞ്ച്ഡ് വൺ എബവ് ദി അതർ. ആസ് ദ സെൽ വാൾസ് ബിറ്റ്വീൻ ദ വെസൽസ് ഡിസിൻറ്റഗ്രേറ്റ് ദേ ലുക്ക് ലൈക്ക് ലോങ് പൈപ്പ്. മനസ്സിലായി? ഹൗ ഡസ് വാട്ടർ റീച്ച് ദ ടോപ്പ് ഓഫ് ദിസ് ട്രീ ത്രൂ സൈലം? ദേ ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ സംശയിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു മരത്തിൽ എങ്ങനെ ആയിരിക്കാം സൈലത്തിലൂടെ ഇങ്ങനെ പോകുന്നതെന്നുള്ള. വാട്ടർ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പം പൈപ്പ് പോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ താഴെ ആരുടെ മോട്ടർ വെച്ച് മുകളിലോട്ട് അടിക്കണോ? ഇല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു പ്രോസസ്സ് കാരണമല്ല, സൈലത്തിൽ കൂടി ഇങ്ങനെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. This happens due to the combined action of many processes. Let us examine these processes. ഏതൊക്കെയാ? ട്രാൻസ്പിറേഷൻ, റൂട്ട് പ്രഷർ, കൊഹിഷൻ ആൻഡ് അഡ്ഹീഷൻ are the important among them. ഏതൊക്കെയാ? ഈ ട്രാൻസ്പിറേഷൻ എന്നുള്ളതിൻ്റെ മലയാളം വേർഡ് സസ്യസ്വേദനം എന്നാണ് കേട്ടോ. റൂട്ട് പ്രഷർ എന്നുള്ളത് മൂലമർദ്ദം, കൊഹിഷനും അഡ്ഹീഷനും അത് തന്നെ. അപ്പോൾ ഇത്രയും പ്രോസസ്സിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് എൻ്റെ വാട്ടർ റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് എത്തുന്നത്. ഇവിടെ ഇതിന് മുന്നോടിയായിട്ട് ട്രാൻസ്പിറേഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ട്രാൻസ്പിറേഷൻ എന്താണ് എന്നുള്ളൊരു എക്സ്പെരിമെൻറ്റ് വെച്ച് പറയാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് 2 potted plants, one with leaves and the other without. അതായത് ചെടിച്ചട്ടിക്കകത്ത് 2 ചെടികൾ എടുക്കുക. ഒന്നിനകത്ത് എന്ത് വേണം? ലീഫ് വേണം, ഒന്നിനകത്ത് ലീഫ് വേണ്ട. കവർ ദം യൂസിങ് ട്രാൻസ്പെറൻറ്റ് പോളിത്തീൻ ബാഗ്സ്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് പോലെ 2നെയും പോളിത്തീൻ ബാഗ് വെച്ചിട്ട് കവർ ചെയ്യുക. എക്സാമിൻ ബോത്ത് ദ ബാഗ്സ് ആഫ്റ്റർ സം ടൈം. കുറേ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇലകളുള്ള പ്ലാന്റ്, അതായത് ആ പോട്ടഡ് പ്ലാന്റിലെ പോളിത്തീൻ ബാഗിനകത്ത് വെള്ളത്തുള്ളികൾ കാണും. ലീഫ് ഇല്ലാത്തതിനകത്ത് വെള്ളത്തുള്ളികൾ കാണത്തില്ല. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാവും ഇലകളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു പോളിത്തീൻ ബാഗിനകത്ത് വെള്ളത്തുള്ളികൾ കണ്ടത് എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വാട്ടർ ഈസ് എക്സ്പെൽഡ് ഫ്രം ദ ലീവ്സ് ഡ്യൂ ടു ഇവാപ്പറേഷൻ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്പിറേഷൻ. അപ്പോൾ എന്താണ് ട്രാൻസ്പിറേഷൻ എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്? ഇലകളിൽ കൂടി വാട്ടർ പുറന്തള്ളുന്ന ആ ഒരു പ്രോസസ്സ്, ഇവാപ്പറേഷൻ കാരണം ഇലകളിൽ നിന്ന് ജലം പുറന്തള്ളപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈലത്തിൽ കൂടി വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് ഏതാണ്? ട്രാൻസ്പിറേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചിത്രം അനലൈസ് ചെയ്യുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഞാനത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി കാണിക്കാമെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതൊരു ട്രീയുടെ ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എങ്ങനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് വാട്ടർ എത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ലീഫിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. നമുക്കറിയാം ഇലകളിൽ നിന്ന് വെള്ളത്തുള്ളിൽ ചില ട്രീസിൻ്റെയൊക്കെ താഴെയൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ മഴ പെയ്തിട്ട് മരത്തിൻ്റെ താഴെ ചെന്ന് നിൽക്കുമ്പോൾ ഒന്നല്ല ഒത്തിരിയും വെള്ളം വീഴും, അതല്ല പറഞ്ഞത്. അല്ലാണ്ട് സ്റ്റൊമാറ്റ വഴി, ആസ്യരന്ധ്രങ്ങൾ വഴി ജലം പുറത്തുവിടുന്നത്. എന്തോ ഈ സ്റ്റൊമാറ്റ 5ാം ക്ലാസ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താ? പയർവിത്തിൻ്റെ ആകൃതിയിൽ ഇലകളുടെ സർഫസിൽ കാണപ്പെടുന്ന മൈക്രോപോഡ്സിനെ, വളരെ ചെറു സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ വഴിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലോട്ടെടുക്കുന്ന ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുള്ള ഓക്സിജൻ പുറത്തുവിടുന്നത്. ഇതൊക്കെ സ്റ്റൊമാറ്റ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ലീഫിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ. ഇത്തരത്തിൽ ഇലകളിൽ നിന്ന് ജലം പുറത്തേക്ക് നഷ്ടപ്പെടുന്ന സമയത്ത്, ഇപ്പോൾ കുറേ ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിക്കണം, ഇച്ചിരി ഒരു മനസ്സിലാവാൻ ഇച്ചിരി ശ്രദ്ധ കൂടുതൽ വേണം. പാഠമല്ല പറഞ്ഞത്, ഇച്ചിരി ശ്രദ്ധ കൂടുതൽ വേണ്ടതാണ്. അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ വഴി ഇലകളിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അപ്പോൾ ഉള്ള വെള്ളം എന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുമ്പം അവിടെ ഒരു എം ടി സ്പേസ് വന്നല്ലോ, അവിടെ ഒരു ഇൻ്റർസെല്ലുലാർ സ്പേസിലായിട്ടൊരു എം ടി സ്പേസ് വന്നു. അവിടേക്ക് എന്ത് ചെയ്യും? തൊട്ടടുത്ത മോളിക്യൂൾസ് അങ്ങോട്ട് നീങ്ങും. അപ്പം പറയുന്ന കേൾക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ട്രീയുടെ പ്ലാന്റിൻ്റെ ലീഫിലിപ്പോൾ ഒരു 50 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ 50 വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും മക്കളെ? ഈ സ്റ്റൊമാറ്റ വഴി പുറത്തേക്ക് പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 50 പേര് ഇരുന്നിടം പിന്നീട് എം ടി അല്ലേ, അതായത് അവിടെ പ്രഷർ തീരെ കുറവായിരിക്കും. ആ 50 പേര് അങ്ങ് പുറത്ത് പോകുമ്പോൾ ആ 50 പേര് ഇരുന്നിടത്ത് തൊട്ടപ്പുറത്തുനിന്ന് വേറെ ആളുകൾ വരുമല്ലോ. അത്രയും നിങ്ങൾക്ക് എന്തായാലും ഊഹിക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്പിറേഷൻ വഴി വെള്ളം പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രഷർ കുറവ് അനുഭവപ്പെടും, ഒരു ട്രാൻസ്പിറേഷൻ പുൾ അനുഭവപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ട്രാൻസ്പിറേഷൻ ഉണ്ടായത് വഴി അവിടെ ഒരു ട്രാൻസ്പിറേഷൻ പുള്ളുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? വാട്ടർ വീണ്ടും വരും. വാട്ടർ റീച്ചസ് ലീഫ് സെൽസ് ബൈ ഓസ്മോസിസ്. ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഓസ്മോസിസ് വഴി ജലം വരും. ഈ
റൂട്ടിൽ നിന്ന് ലീഫിലോട്ട് വാട്ടർ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ പറയുന്നത് ഫസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലകളിൽ നിന്ന് താഴോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർഡറിൽ വേണം താഴോട്ട് വരാൻ. അപ്പോൾ സൈലം വെസലിൽ നിന്ന് ഇത് വെള്ളം പുറത്തേക്ക് പോകുന്നത് കേട്ടോ, സ്റ്റൊമാറ്റോ വഴി വെള്ളം പുറത്തേക്ക് പോയി ആ ഒരു ട്രാൻസ്പിറേഷൻ പുൾ കാരണം അവിടത്തേക്ക് ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും, ജലം എത്തും. ഓസ്മോസിസ് വഴി ആ ട്രാൻസ്പിറേഷൻ പുള്ളുണ്ടായ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ജലം എത്തുകയും ചെയ്യും. അപ്പോൾ വാട്ടർ മോളിലോട്ട് എത്തും. അവിടെ ഒരു സംഭവം നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായല്ലോ. ഇനിയും ഈ വാട്ടർ മോളിക്യൂൾസിന് പരസ്പരം അട്രാക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് വെസലിൻ്റെ വോളും തമ്മിലും ഒരു അട്രാക്ഷൻ ഉണ്ട്. അതായത് അഡ്ഹീഷനും കൊഹിഷനും നിങ്ങൾക്കറിയാമല്ലോ. സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊഹിഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് മോളിക്യൂൾസ് ആണെങ്കിൽ അഡ്ഹീഷൻ എന്നും പറയും. അതായത് ഈ കോളം, അതായത് വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്, വൈൽ വാട്ടർ ഈസ് ലോസ്റ്റ് ത്രൂ ട്രാൻസ്പിറേഷൻ ഇറ്റ് റൈസസ് ത്രൂ ദി സൈലം. ദ കൊഹിഷൻ ആൻഡ് അഡ്ഹീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എനേബിൾ ടു ദിസ് റൈസ്. അതായത് ട്രാൻസ്പിറേഷൻ വഴി വെള്ളം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു, ആ ഭാഗത്തേക്ക് ഓസ്മോസിസ് വഴി വീണ്ടും വാട്ടർ മോളിക്യൂൾസ് വന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന ഒരു റൈസ് ഉണ്ടാവും. ഈ റൈസിന് കാരണം അഡ്ഹീഷനും കൊഹിഷനുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നീട് റൂട്ടിൽ അനുഭവപ്പെടുന്ന റൂട്ട് പ്രഷറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ റൂട്ട് പ്രഷർ കാരണമാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്, റൂട്ട് സെൽസിലേക്ക് പ്രവേശിക്കുന്നത്. റൂട്ട് സെൽസിൽ നിന്ന് അത് സൈലം വെസലിലേക്ക് എത്തും. സൈലം വെസലിൽ നിന്ന് മുകളിലോട്ട് റൈസ് ചെയ്യാൻ അഡ്ഹീഷനും കൊഹിഷനുമാണ് കാരണമാകുന്നത്. അതേപോലെ ആ സമയത്ത് മുകളിൽ എന്ത് ചെയ്യും, ട്രാൻസ്പിറേഷൻ വഴി ലീഫിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു പ്രഷർ കുറവ് അനുഭവപ്പെടും. അത് ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ ഉള്ളിടത്തേക്ക് ലോ പ്രഷറിലേക്ക് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് അത് ട്രാൻസ്പോർട്ട് ചെയ്യും. അതിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് വാട്ടർ ലീഫിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, റൂട്ട് പ്രഷർ, അതിനുശേഷം അഡ്ഹീഷന്, കൊഹിഷന്, ദെൻ ട്രാൻസ്പിറേഷൻ, ഓസ്മോസിസും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആണല്ലോ, ഏകദേശം ഒരു ഐഡിയ ഉണ്ടായെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ ഇൻഡർസെല്ലുലാർ സ്പേസസ് ഓഫ് ലീവ്സ് ത്രൂ സ്റ്റൊമാറ്റ ബൈ ട്രാൻസ്പിറേഷൻ. അപ്പോൾ ലീഫിൽ കാണപ്പെടുന്ന മൈക്രോപോറാണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ വഴി ട്രാൻസ്പിറേഷൻ വഴി എന്ത് ചെയ്യും, ട്രാൻസ്പിറേഷൻ കാരണം സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഇറ്റ് റെഡ്യൂസസ് ദ പ്രഷർ ഇൻ ദ സെൽസ് ഓഫ് ലീവ്സ്. ഇതെന്ത് ചെയ്യും, പ്രഷറിൽ അതായത് ഒരുപാട് ഇരിക്കുന്നതിനകത്ത് അത് അത്രയും പുറത്ത് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ആളുകൾ ആരും ഇല്ല. അപ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദിസ് പ്രഷർ ഡിഫറൻസ് വാട്ടർ എൻറ്റേഴ്സ് ഫ്രം സെൽസ് ഫ്രം അഡ്ജസൻറ്റ് സെൽസ് ത്രൂ ഓസ്മോസിസ്. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത സെല്ലിൽ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് വരും. ദ ട്രാൻസ്പിറേഷൻ പുൾ ഡെവലപ്ഡ് ഡ്യൂ ടു ഇത്തരത്തിലുള്ള ഒരു പ്രഷർ ഒന്ന് കുറഞ്ഞല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. ദ ട്രാൻസ്പിറേഷൻ പുൾ ഡെവലപ്ഡ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ ഹെൽപ്സ് ടു ക്യാരി വാട്ടർ ടു ദ ടോപ്പ്. ബിസൈഡ്സ് ദിസ്, ഇത് കൂടാതെ തന്നെ വാട്ടർ മോളിക്യൂൾസ് ഹാവ് ദ കപ്പാസിറ്റി ടു സ്റ്റിക്ക് ടു ദംസെൽസ് ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ വെസൽസ് ത്രൂ വിച്ച് ദേ മൂവ്. അതായത് മുകളിലോട്ട് വരുമ്പോൾ വാട്ടർ മോളിക്യൂൾസിന് പരസ്പരം സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു ബോണ്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതേപോലെ വാട്ടർ മോളിക്യൂൾസ് വെസലും എന്ത് ചെയ്യാറുണ്ട്, സ്റ്റിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മുകളിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത്. ദീസ് പ്രോസസ് ആർ നോൺ ആസ് കൊഹിഷൻ ആൻഡ് അഡ്ഹീഷൻ റെസ്പെക്റ്റീവ്ലി. അത് സെയിം മോളിക്യൂൾസ് ആകുമ്പോൾ കൊഹിഷൻ, ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആകുമ്പോൾ അഡ്ഹീഷൻ. അലോങ് വിത്ത് ദിസ് ദ റൂട്ട് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സെൽസ് ഓഫ് ദ റൂട്ട് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഓൾസോ ഹെൽപ്സ് ഇൻ റൈസിങ് വാട്ടർ. കണ്ടോ, അപ്പോൾ എങ്ങനെയാണ് സൈലത്തിൽ കൂടി ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് ഫ്ലോയമാണ്. ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. എന്താണ് ഫ്ലോയം? അപ്പോൾ നമ്മൾ സൈലത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചു പോലെ സൈലത്തിൽ കാണപ്പെടുന്ന ഡെഡ് സെൽസ് എന്തൊക്കെയായിരുന്നു, സൈലം, വെസൽസും ട്രക്കീറ്റ്സും ആണെങ്കിൽ ഫ്ലോയത്തിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോയത്തിൽ കാണപ്പെടുന്നത് ആരൊക്കെയാണ്, സീവ് ട്യൂബ്, സീവ് നാളികളും അതേപോലെ കമ്പാനിയൻ സെല്ലുമാണ്, സഹകോശങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത്, ഫ്ലോയത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഫ്ലോയം ഫുഡ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിനല്ലേ സഹായിക്കുന്നത്. അപ്പോൾ ഫ്ലോയത്തിൻ്റെ സ്ട്രക്ചർ നോക്കൂ, സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലുമാണ്. മക്കളെ തൊട്ട് മുന്നേ ഈ ഒരു ചിത്രത്തിൽ ഇതൊരു ലോങ് പൈപ്പ് പോലെ ആയിരുന്നു. എന്തോ വെസൽസ് ഇങ്ങനെ മണ്ടയ്ക്ക് അടുക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് സെൽവോളൊന്നും ഇല്ല, അതങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ട്യൂബ് കണക്കെ അങ്ങ് പോവായിരുന്നു. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓരോ സീവ് ട്യൂബും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചേക്കുക. പക്ഷേ ഈ സീവ് ട്യൂബിനെ
അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിൽ എന്തുണ്ട്, ഹോൾസ് കാണപ്പെടുന്നുണ്ട്. ഇതാണ് സൈലവും ഫ്ലോയും തമ്മിലൊരു ഡിഫറൻസ്. മറ്റേടത്ത് വെസൽസിൽ ഇങ്ങനൊന്നും ഇല്ല. ഇവിടെ സീവ് ട്യൂബിൽ എന്തുണ്ട്, ഹോൾസ് കാണപ്പെടുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള പാർട്ടുണ്ട്, പക്ഷേ അവിടെ ഹോൾസ് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ആണ് ഉണ്ടാകുന്നതെങ്കിലും സൈലത്തിൽ കൂടി ഫുഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്, സൂക്രോസിൻ്റെ ഫോമിലാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്ലോയത്തിൽ കൂടി ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. Food is transported in the form of sucrose through the sieve tube. The main part of the phloem. ഫ്ലോയത്തിലെ മെയിൻ പാർട്ടാണ് സീവ് ട്യൂബ്. ഈ സീവ് ട്യൂബിൽ കൂടി സൂക്രോസിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Like xylem vessels, sieve tubes are also seen as pipes arranged one above the other. xylem vessel ഒന്നിന് മുകളിൽ ഒന്നായിട്ടായിരുന്നു, പക്ഷേ അതൊരു ലോങ് പൈപ്പായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ, ബട്ട് ഡിഫറിങ് ഫ്രം ദ സൈലം വെസൽസ്, പോൾസ് ആർ സീൻ ഇൻ ദ ക്രോസ് വാൾ. കണ്ടോ, ഓരോ സീവ് ട്യൂബിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ക്രോസ് വാളിൽ എന്തുണ്ട്, ഇവിടെ പോർ, PORE, പോൾസ് കാണപ്പെടുന്നുണ്ട്, ചെറിയ സുഷിരങ്ങൾ, ഹോൾസ് കാണപ്പെടുന്നുണ്ട്. ത്രൂ ദീസ് പോൾസ് ദ സൈറ്റോപ്ലാസം ഓഫ് സീ ട്യൂബ്സ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ വിച്ച് ഫുഡ് മോളിക്യൂൾസ് ക്യാൻ ട്രാവൽ. അതായത് സൈറ്റോപ്ലാസം, ഈ സീവ് ട്യൂബിലെ സൈറ്റോപ്ലാസം പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഒരു സീവ് ട്യൂബും തൊട്ട് മുകളിലിരിക്കുന്ന സീവ് ട്യൂബും തമ്മിൽ ഈ ഹോൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈറ്റോപ്ലാസം പരസ്പരം കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് മോളിക്യൂൾസിന് ട്രാവൽ ചെയ്യാൻ പറ്റും. കമ്പാനിയൻ സെൽസ് ആർ സീൻ എലോങ് വിത്ത് സീവ് ട്യൂബ്സ്. സീവ് ട്യൂബിനോടൊപ്പം ചേർന്ന് ആരും കാണപ്പെടുന്നുണ്ട്, കമ്പാനിയൻ സെൽസ്, സഹകോശങ്ങളും കാണപ്പെടുന്നുണ്ട്. ദേ ഓൾസോ ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മുടെ സീവ് ട്യൂബിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇതാണ് ഫ്ലോയത്തിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ഫുഡ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പ്ലാന്റ്സിൽ എങ്ങനെയാണ്, ആനിമൽസിൽ എങ്ങനെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കണം കേട്ടോ. എന്താ, സീവ് ട്യൂബിനകത്തൂടെയാണ് സൂക്രോസിൻ്റെ ഫോമിൽ ഫുഡ് ട്രാവൽ ചെയ്യുന്നത്, പക്ഷേ ക്രോസ് വാൾസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, പോർസ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീവ് ട്യൂബും തൊട്ടപ്പുറത്ത് അതിൻ്റെ തമ്മിലുള്ള സൈറ്റോപ്ലാസം തമ്മിൽ കണക്റ്റഡ് ആണ്. അതുവഴി ഫുഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. അത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് ലെറ്റസ് അസസ് ആണ്. നമുക്ക് പെട്ടെന്നൊന്ന് ലെറ്റസ് അസസ് നോക്കാം. ചൂസ് സിമ്പിൾ ന്യൂട്രിയൻസ് വിച്ച് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ് ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ്? ഓപ്ഷൻസ്: ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്, ഫ്രക്ടോസ്, ഗ്ലിസറോൾ, ഗ്ലൂക്കോസ്. ഇതിനകത്ത് ഏതൊക്കെയാണ്? അമിനോ ആസിഡ്, ദെൻ ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംബിലോട്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. തൊട്ടടുത്തത് ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഓഫ് ദി ലങ്സ്, ദ ഹാർട്ട് ആൻഡ് ദ ബോഡി പാർട്സ്. ലങ്സ്, ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. റീഡ്രോ ദ ഇലിസ്ട്രേഷൻ ആൻഡ് കണക്ട് ദ ലങ്സ് ആൻഡ് ദ ബോഡി പാർട്സ് ടു ദ ഹാർട്ട് യൂസിങ് ലൈൻസ് ഓൾസോ ഷോ ദി റൂട്ട് ഓഫ് ബ്ലഡ് ഫ്ലോ. ഒരുവിധം ഞാനത് വരച്ചൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഓരോ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു വരാം. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അല്ലേ, ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിൽ നിന്ന് ആദ്യം എവിടെ എത്തുന്നത്, ബോഡി പാർട്സിന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് ആദ്യം എന്ത് ചെയ്യും, റൈറ്റ് ഏട്രിയത്തിലെത്തും. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് അത് റൈറ്റ് വെൻട്രിക്കിളിലെത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യും, ഡി ഓക്സിജനേറ്റഡ് ആണ്, ഇംപ്യൂർ ബ്ലഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഓക്സിജൻ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് ലങ്സിലേക്കാണ് പോകുന്നത്. ലങ്സിൽ ചെന്ന് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡിനെ എന്ത് ചെയ്യും, ഓക്സിജനേറ്റഡ് ആക്കും, ഓക്സിജൻ ആഡ് ചെയ്യും. നമ്മൾ ആ കൊള്ളാത്ത ബ്ലഡിൽ നിന്ന് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റി ഓക്സിജൻ്റെ അളവ് ആഡ് ചെയ്യും. എവിടെ വെച്ച്, ലങ്സിൽ വെച്ച്. എന്നിട്ട് അത് തിരിച്ചെന്ത് ചെയ്യും, ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തും. അവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. ആണല്ലോ, അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സാമാന്യം ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ആൻസർ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും നോക്കി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ച് താമസം ഉണ്ടെങ്കിലും പിന്നെ അതങ്ങ് ശീലമായിക്കോളും കേട്ടോ. നോക്കൂ, ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ A, B എന്ന് കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ വാസ്കുലാർ ടിഷ്യൂസ് ഇൻഡിക്കേറ്റഡ് ബൈ A ആൻഡ് B. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് സൈലോ ഫ്ലോയോ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ചിത്രത്തിനകത്ത് 2 ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് മുകളിലോട്ടും ബ്ലൂ താഴോട്ടും. അപ്പം താഴേന്ന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്ന് വാട്ടർ ആയിരിക്കത്തില്ലയോ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ വാട്ടറിനെ കൊണ്ടുപോകുന്നത് ഏത് വാസ്കുലാർ ടിഷ്യൂ, സൈലോ ആണല്ലോ. തിരിച്ച് മുകളിൽ നിന്ന് താഴോട്ട്, അതായത് പ്രിപ്പയർഡ് ഫുഡിനെ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്, ഫ്ലോയമാണ്. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോയമാണ്. A എന്ന് പറയുന്നത് സൈലവും B എന്ന് പറയുന്നത് ഫ്ലോയവുമാണ്.
അടുത്തത് നെയിം ദ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു റീച്ച് ദി ലീവ്സ്. കണ്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്, റൂട്ട്സിൽ നിന്ന് വാട്ടറിനെ ലീഫിലെത്താൻ ഏതൊക്കെ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും? നമ്മൾ പറഞ്ഞു ട്രാൻസ്പിറേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പുൾ ഇല്ലേ. ട്രാൻസ്പിറേഷൻ കാരണം വാട്ടർ മോളിക്യൂൾസ് വെളിയിൽ പോവും, അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തൊട്ടപ്പുറത്തെ സെല്ലിൽ നിന്ന് കുറേ വാട്ടർ മോളിക്യൂൾസ് അങ്ങോട്ട് വരും ഓസ്മോസിസ് വഴി. അപ്പോൾ ട്രാൻസ്പിറേഷൻ പുൾ, അതേപോലെ റൂട്ട് പ്രഷർ, കൊഹിഷനും അഡ്ഹീഷൻ ഫോഴ്സും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ വാട്ടർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. അടുത്തത്, ഇൻ സം പ്ലാന്റ്സ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഈസ് വെരി ഹൈ. ഡസ് ഇറ്റ് അഫക്റ്റ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ ദാറ്റ് ലൊക്കാലിറ്റി? വൈ? ചില പ്ലാന്റ്സിൽ ഈ ട്രാൻസ്പിറേഷൻ റേറ്റും ഡിഫറൻസ് ഉണ്ടെന്ന്. അത് ആ ലൊക്കാലിറ്റിയിലുള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായി? അതായത് ചില പ്ലാന്റ്സിൽ ഈ ലീഫിൽ കൂടെ വെള്ളം പുറത്ത് പോകുന്നത് ഓരോ പ്ലാന്റ്സിലും ഓരോ രീതിയിലായിരിക്കുമെന്ന്. ആ ട്രീ അല്ലെങ്കിൽ ആ പ്ലാന്റ് നിൽക്കുന്ന ഏരിയയിലുള്ള വാട്ടർ അവൈലബിലിറ്റി ഇതുമായിട്ട് കണക്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാപ്രേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സോയിലിൽ നിന്ന് കൂടുതൽ വാട്ടർ എന്ത് ചെയ്യും, മുകളിലോട്ട് അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവാപ്രേഷൻ കൂടുന്നതിനനുസരിച്ച് റൂട്ട്സ് എന്ത് ചെയ്യും, കൂടുതൽ വാട്ടർ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പിറേഷനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റേഴ്സ് അസസിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചാപ്റ്റർ എന്തായാലും നമ്മൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളൊരു റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ചാലൊന്നും ഇതങ്ങനെ ഓർഡറായിട്ട് കിട്ടില്ല. 1, 2, 3 പ്രാവശ്യത്തിൽ മിനിമമാണ് 3 പ്രാവശ്യം കേട്ടോ ടെക്സ്റ്റ് ഫുള്ള്. അപ്പോൾ നിങ്ങളിത് ക്ലാസ് എല്ലാം കേട്ടതിന് ശേഷം ഒരു 3 പ്രാവശ്യം മിനിമം ടെക്സ്റ്റ് ആദ്യം മുതൽ വായിച്ചു വരിക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങളുടെ മെമ്മറിയിലോട്ട് ഇതൊരു ഓർഡറിൽ ഇരിക്കത്തുള്ളൂ. ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ടെക്സ്റ്റ് വായിച്ചേക്കണം കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ റെസ്പോണ്ട് നിങ്ങൾ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.